രാജ്കോട്ട് ടെസ്റ്റിലെ രാജകീയ വിജയത്തിൽ യശസ്വി ജയ്സ്വാളിന്റെ നിർണായക ഇരട്ട സെഞ്ചുറിക്കിടയിലും നമ്മൾ മറന്നു പോകരുതാത്ത ഒരു ഇന്നിംഗ്സ് ഉണ്ട്, സർഫറാസ് ഖാന്റെ. അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ പ്രകടനമാണ് സർഫറാസ് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിലെ 2 ഇന്നിംഗ്സുകളിലും 2 കിടിലൻ അർദ്ധ സെഞ്ചുറി. സർഫറാസ് ഖാൻ എന്ന താരോദയത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക. ആദ്യ ഇന്നിംഗ്സിൽ 66 പന്തിൽ 62 റൺസ്, അതിൽ 9 ബൗണ്ടറികളും 1 സിക്സും. സെഞ്ചുറിയിലേക്കെന്ന് തോന്നിച്ച ആ ഇന്നിംഗ്സ് ഒരു റണ്ണൌട്ടിലൂടെ അവസാനിച്ചു. ഇത് പിന്നീട് വിവാദങ്ങൾക്ക് വഴിവെച്ചെങ്കിലും വരാനിരിക്കുന്ന ഒരുപാട് മികച്ച ഇന്നിംഗ്സുകളുടെ സൂചന നൽകിയാണ് സർഫറാസ് മടങ്ങിയത്. രണ്ടാം ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് സർഫറാസ് ഇത്രയും കാലം തന്നെ പുറത്തിരുത്തിയ സെലക്ടർമാർക്ക് മറുപടി നൽകി. 72 പന്തിൽ 68 റൺസ് നേടിയ താരം പുറത്താകാതെ നിന്നു. ഇത്തവണ 6 ബൗണ്ടറികളും 3 സിക്സറുകളും സർഫറാസിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 5ാം വിക്കറ്റിൽ ക്രീസിൽ ഒരുമിച്ച ജയ്സ്വാൾ സർഫറാസ് സഖ്യമാണ് ഇംഗ്ലീഷ് പടയ്ക്ക് മുന്നിൽ റൺമല പടുത്തുയർത്തിയത്. ഡബിൾ സെഞ്ചുറി നേടി നിൽക്കുന്ന യശസ്വി ജയ്സ്വാളിന് മികച്ച പിന്തുണ നൽകി സർഫറാസും ഇന്ത്യയുടെ റെക്കോർഡ് വിജയത്തിന്റെ ഭാഗമായി. ജയ്സ്വാൾ കരിയറിലെ തന്റെ 2ാം ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ നോൺ സ്ട്രൈക്കിൽ നിന്ന് ഓടിയ സർഫറാസ് ആദ്യം കൈ ഉയർത്തി ആഹ്ലാദം പ്രകടിപ്പിച്ചു. പിന്നാലെ ഇരു കൈകളും ഉയർത്തി ഓടിയെത്തിയ സർഫറാസ് യശസ്വിയെ കെട്ടിപ്പിടിച്ച് സഹതാരത്തിന്റെ നേട്ടം ആഘോഷിച്ചു. തന്റെ സഹതാരത്തിന്റെ ഏറ്റവും വലിയ നേട്ടത്തിൽ സന്തോഷിക്കുന്ന സർഫറാസ് ക്രിക്കറ്റിന്റെ ഹൃദ്യമായ കാഴ്ചയായി മാറി. ഒടുവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 430 റൺസ് എടുത്ത് 2ാം ഇന്നിംഗ്സ് രോഹിത് ശർമ്മ ഡിക്ലെയർ ചെയ്തു. അവിടെയും സർഫറാസ് ആരാധകരുടെ മനസ്സ് കീഴടക്കി. ജയ്സ്വാളിനൊപ്പം ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ "നീ മുന്നിൽ നടക്ക്, നീയാണ് നയിക്കേണ്ടതെന്ന്" സർഫറാസ് പറഞ്ഞു. ക്രിക്കറ്റിന്റെ ഭംഗിയും ഇങ്ങനെയുള്ള ചെറിയ നിമിഷങ്ങളിലാണ്.